ഗുഡ് മോർണിംഗ്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ വീഡിയോ വീണ്ടും തുടങ്ങുന്നത്, വീഡിയോ വ്ളോഗ്. ഇവിടെ ജാതിക്കായുടെ ഭയങ്കര പണികളിലാണ്. ഞാൻ വന്നിപ്പിക്കുന്ന ഇട്ട് കഴിഞ്ഞു. ജാതിക്കായുടെ പത്രിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പത്രിയൊക്കെ ചീഞ്ഞു പോയി. അതായത് പറക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ദിവസം വൈകാതെ തന്നെ ജാതിക്കായുടെ പത്രി അളിഞ്ഞിങ്ങനെ പോകും. അളിഞ്ഞു പോയിട്ട് തന്നെ ചീഞ്ഞു പോകും, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ജാതിക്കായൊക്കെ കഴിഞ്ഞു തുടങ്ങി, എന്നാലും ആ ഒരു മെയിൻ സംഭവങ്ങളൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ ചീത്തയാവും. ഞാൻ വയ്ക്കാം. ഗ്രേസ് ക്ലാസ്സിൽ പോയി. സ്റ്റീവ് കൂട്ടൻ ഇവിടെ ഉണ്ട്. സ്റ്റീവ് ദേ ഇവിടെ കിടക്കും. ഹലോ, മുള്ളിന്റെ അടുത്താണ് കളി. ഹായ് പറഞ്ഞ എല്ലാവരോടും. അയ്യോ ഹായ് പറയ എല്ലാവരോടും. പറയടാ, ചെക്കൻ ഭയങ്കര ബിസിയാണ്. ഷോ ഉള്ള സെറ്റുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടേക്കണ്ട. എല്ലാത്തുമ്മി ഉണ്ട്. ആദ്യമേ അവൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ, ഈ കുഷ്യനിലൊക്കെ ഫുൾ മൂത്രമാണ്. ഇത് നമ്മുടെ എത്ര വർഷം പഴക്കമുണ്ട് പിന്നെ? അപ്പൊ എന്തിട്ടായാലും 7 വർഷത്തിന്റെ അടുത്ത് പ്രായമുള്ള സെറ്റാണ്. വെള്ളപ്പൊക്കത്തിന് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ അടിയിലത്തെ ആ ചെളി പോയിട്ടുള്ളത് കണ്ടോ. വെള്ളപ്പൊക്കത്തിന് വന്ന ചെളിയാണിത്. അതങ്ങോട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇല്ലില്ല, ഒന്നും ചെയ്തില്ലായിരുന്നു. നമ്മൾ വെറുതെ അടിച്ച് കഴുകി എടുത്തുള്ളൂ. അപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സെറ്റിയാണിത്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് വെയിലത്തേക്ക് ഇറക്കിയിട്ടാണ് ആ മണം പോകാനായിട്ട്. ഭയങ്കര മൂത്രത്തിന്റെ സ്മെല്ല്. പിന്നെ വേറെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി എന്നറിയാം. എന്നാലും നിങ്ങൾ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വൈൽഡ് വ്ളോഗ്സിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും എനിക്ക് എൻ്റെതായ രീതിയിൽ പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാനിങ്ങനെ അപ്ഡേറ്റ് പറയാൻ വരും, പിന്നെ വീഡിയോ ഉണ്ടാവാറില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വന്നേക്കുന്നത്. ഇടില്ലേ? ഇടും. അപ്പം അങ്ങനെയാണ് വന്നേക്കാം. അതെ, ഇടും, എന്തായാലും ഇടും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. നമ്മുടെ ഇവിടുത്തെ നമ്മളന്ന് പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കിൽ പെട്ടുപോയി. ഇക്കോൺ മീഡിയയുടെ വീഡിയോ ഷൂട്ടൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയതുകൊണ്ടാണ്. ഇവിടുത്തെ നമ്മുടെ മരം ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കണ വീടിൻ്റെ മുകളിൽ മരമല്ല, ചെടി, ഗാർലിക് വൈൻ. അപ്പോൾ ആകാശം നല്ല നീല കളറിൽ നിൽക്കണ സൂപ്പറല്ലേ കാണാൻ. അപ്പോൾ അവനെ ഇവിടെ നിന്ന് മാറ്റണം. ഇതുമേക്ക് ഞാൻ പണ്ട് തുടങ്ങി പറഞ്ഞുകൊണ്ട് കിടക്കണമെന്ന് അറിയാം. എൻ്റെ ആഗ്രഹങ്ങളാണ്, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റും, ഈ ദിവസങ്ങളിൽ ചെയ്യും. അതാണ് മെയിൻ. പിന്നെ ചെടികളൊക്കെ കട്ട് ചെയ്യാനും പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കണം. സ്റ്റീവേ അവനിവിടെ സ്ലൈഡാക്കി ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കളിക്കാനുള്ള പരിപാടിയാ. വാ ഇങ്ങോട്ട് വാ. നീ എവിടെ പോയി കയറുന്നു? ഞാൻ അങ്ങോട്ട് കറങ്ങിയാണ് പോകാൻ പോയതാ. അപ്പോഴാണ് നോക്കി ഇവിടെ ആരില്ലാണ്ട് കണ്ടേ. എന്തായാലും എല്ലാം പണ്ടത്തെ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ഒരു വിഷമം പറയാനുള്ളത് നമ്മുടെ ഡോഗ്സിൻ്റെ എണ്ണം ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മീൻസ് എനിക്കത് പിന്നീട് കാണാൻ ആഗ്രഹമില്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു റിയൽ ലൈഫിൽ കാണിച്ചു പോകണം ഓരോ കാര്യങ്ങളും നമുക്ക് പിന്നീട് ഒരു ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോഴായാലും എനിക്കെടുത്ത് കാണാമല്ലോ. നിങ്ങളെത്ര പേര് കാണുന്നു എന്നുള്ളതിലുപരി നമുക്ക് സ്വന്തമായിട്ട് കുറച്ചാളുമ്പോൾ കാണാനുള്ളൊരു ഇതും കൂടി ഒരു ഡയറി പോലെ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് കാണാൻ ആഗ്രഹമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനത് വീഡിയോ കൂടെ കാണിക്കുന്നില്ല. ഹണീനെയും റിയോനെയും ഓൾറെഡി നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് മാറ്റി. അപ്പോൾ അവരഞ്ഞ് അവിടെയാണ് ഉള്ളത്. ഇടയ്ക്ക് കാണാൻ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. പക്ഷെ പോകാൻ എനിക്ക് ആഗ്രഹമില്ല മാനസികമായിട്ട്. എനിക്ക് വീണ്ടും വരെ കാണുമ്പോൾ എനിക്ക് അത് ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ജോണിനെയും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഫാമിലിക്ക് അവിടേക്ക് കൊണ്ടുപോകും. പിന്നെ ബിങ്കോ ഇവിടെ ഉണ്ടാവും. ബിങ്കോ കുഴപ്പമില്ല, കുരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിങ്കോ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തിയേക്കണം. കാരണം കുര ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറി. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി ചോദിക്കരുത്. നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ എന്തുകൊണ്ടാണ് ഇവരോട് മാറ്റുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു റീസൺ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുന്നില്ല. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു മൂകത എന്തായാലും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ പുല്ലൊക്കെ ഇതേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആകെ ചെളിയായി പോയി. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് മൊത്തം ചെളിമയ മണ്ണായതുകൊണ്ട് ഫുൾ നടക്കുന്നിടത്തൊക്കെ ഉണ്ടോ കല്ല് ചെളി വരുന്നുണ്ട്, അടി വെള്ളം ചെളി. അതൊരു വലിയൊരു ഇഷ്യൂ ആയി. അപ്പോൾ ഇവിടുത്തെ പുല്ല് പോവോ ഇല്ലയോ ഒന്നും അറിയില്ല. മഴക്കാലം മാറിയാലും അറിയാം. പിന്നെ വീടിൻ്റെ ചോർച്ച അത് കാണിച്ചു തരാം.
ഇവിടെയൊക്കെ പൂപ്പലായി പിടിച്ച് കിടക്കണം കേട്ടോ. വീടിൻ്റെ മുകളിലേക്ക് പോവാണ്. ഇവിടേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുൾ വൃത്തിയാക്കി പോയതാ. വീണ്ടും ദേ ഇവിടെയൊക്കെ ഇലകളും ഇതും വന്ന് ഈ ഓട്ടകൾ അടയും. ഈ ഓട്ടകൾ അടഞ്ഞാൽ പിന്നെ അത് പോവില്ല. ഓടിക്കട്ടെ, പിന്നെ ചെയ്യാം. അപ്പോൾ എന്തിട്ടായാലും വീടിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അവിടെ കാട് പിടിച്ചു. ഇവിടെ കണ്ടോ ഈ ഏരിയ അതേ വീണ്ടും വെള്ളം കെട്ടി. ഇതുമേന്ന് ഇങ്ങനെ എന്താ പറയുക, സിമെൻറ്റ് പൊളിഞ്ഞ് പോരാണ്. വാർക്കയുടെ മുകളിൽ നമ്മൾ പരിക്കിനിടുമല്ലോ, അത് എന്തോ സംതിങ് മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് എന്തോ ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഓൾറെഡി ലീക്ക് ഉണ്ടാണ്. ഞാൻ അവിടെ ഷീറ്റ് ഇട്ടേക്കണത്. ഞെരിയണ സൗണ്ട് കേട്ടോ. അതായത് ഇടിക്കുന്ന സൗണ്ട് കേൾക്കണമെന്ന് തോന്നുന്നു. ഇവിടുത്തെ വെള്ളം തുറന്നു വിടണം. ഞാനിത് വൈൽഡ് ലോക്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു റിയൽ ലൈഫ് മാത്രം കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ഒരു റിയൽ ലൈഫിൽ സെയിം കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വിഷമമൊന്നും വിചാരിക്കരുത്. നമ്മുടെ വേപ്പില കുട്ടന്മാരിവിടെ, ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ചെടി അടിയിൽ നിന്ന് കാണിച്ചത്. അപ്പോൾ ഇതിനെ വീടിൻ്റെ മുകളിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. പിന്നെ ഇവിടെ ഇട്ടേക്കുന്ന ഈ പരിക്കനെല്ലാം കുത്തിപ്പൊളിച്ച് ഇവിടെ വീണ്ടും മുകളിൽക്കൂടെ സിമെൻ്റ് ഇട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ലീക്ക് നിർത്താനായിട്ട് അമ്മയുടെ റൂമിൻ്റെ അവിടെയൊക്കെ ജനലിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം വീണുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശരിയാക്കണം. അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോക്കറ്റ് പോലത്തെ ഒരു വിമാനം കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. ഷേപ്പൊക്കെ വേറെ എന്തോ പോലെ ഇരിക്കണം. എംബ്രയർ ERG എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റ് ഉണ്ടപ്പോൾ പോയത്. ഞാൻ മറ്റേ ഫ്ലൈറ്റ് റഡാറിൽ നോക്കിയപ്പോൾ വേറൊരു ഷേപ്പ്, പ്രൈവറ്റ് ജെറ്റ് എന്ന് തോന്നുന്നു. എങ്ങടെ പോണേന്ന് കാണിക്കുന്നില്ല. എന്തായാലും കൊച്ചിയിലേക്കായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആകാശം. വീടിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എങ്ങനെയുണ്ട്? പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസം വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടെ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടോ. കാരണം ഒന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് പറ്റണില്ല. ഞാൻ ആകെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരു വിഷമത്തിലെങ്കിൽ ഇതിലേക്ക് ആയിരുന്നു. അതിനൊക്കെ ഒന്ന് മാറി വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു. അതിൻ്റേതായ പല ഇതുകൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ പറ്റും. എന്താ പറയണ്ടേന്ന് തന്നെ അറിയില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. ചിലപ്പോൾ പറഞ്ഞത് റിപ്പീറ്റ് പറയുന്നുണ്ടാവാം. കിണറിൽ വെള്ളം ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇത്തിരി കൂടി മുകളിലുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും മഴ പെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി വെറൈറ്റി 2 ഐറ്റംസ് ആണ് കാണിക്കാൻ പോണേ. 4 ഐറ്റംസ് ആണ് കാണിക്കാൻ പോണേ. വെറൈറ്റി ഒന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസ് ആണ്. ഒന്ന്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സ്വീറ്റ് പാർലറിൽ പോയി മേടിച്ചിട്ട് വന്നതാണ്. മറ്റേ സ്വാദ് എന്ന് പറഞ്ഞ അവരുടെ പാലട പായസം. സൂപ്പർ പായസമാണ്. ഇന്നലെ ഞങ്ങൾ 13 കഴിച്ചു. ബാക്കി ഇനി ഇത്ര ഉണ്ട്. ഇത് സ്വീറ്റ് പാർലറിലെ ചേട്ടൻ അതെടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നാണ് ഫ്രീ ആയിട്ട്. ഇത് ഗോതമ്പ് പായസമാണ്. നല്ല രസമുണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും എനിക്ക് പാലടയുടെ ഒരു ടേസ്റ്റ് ഗോതമ്പിന് കിട്ടുന്നില്ല. എനിക്ക് പാലടയാണ് ഇഷ്ടം. ഗോതമ്പ് ശരിക്കും തേങ്ങാപ്പാലും നെയ്യൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിലിഷ്ടം പാലട തന്നെയാണ്. പാലടയുടെ ടേസ്റ്റ് ഒന്ന് വേറെ. പക്ഷെ ഭയങ്കര മധുരമാണ്. ഇവർ മധുരം കൂട്ടിയിടുന്നതാണെന്ന് അറിയില്ല. ഭയങ്കര മധുരം ഫീൽ ചെയ്യും. വല്ലപ്പോഴും ഞാൻ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ എന്നിട്ടായാലും ഒന്ന് സന്തോഷിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ
ഇത് മിഡുവിന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഉണ്ടോ? ഇത് മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഓട്സ് ബിസ്ക്കറ്റാണ്. ഓട്സ് ബിസ്ക്കറ്റ് ഇത് 120 രൂപയുണ്ടോ. നല്ല രസമുണ്ട്, ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള സൂപ്പർ സാധനമാണ്. ശരി, ഓട്സിൻ്റെ പീസുകളൊക്കെ ഇട്ടിട്ടുള്ള നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എങ്ങനെ പറയാം, തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇടയിൽ കൂടെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മിഡുവിന് ഇഷ്ടപ്പെട്ടത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് പീനട്ട് ബിസ്ക്കറ്റാണ്. ഇത് ചായയിലൊക്കെ മുക്കിയിട്ട് കഴിക്കുമ്പോണ്ടല്ല എന്ത് രസമെന്നറിയോ. കപ്പലണ്ടി പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് സൂപ്പറല്ലേ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്, എൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. അപ്പം നായിക വന്നിട്ടുണ്ട്. ഓ, ഞാൻ പായസം ഒഴിക്കുന്നത് എടുത്തില്ലേ നമുക്ക്. നിനക്ക് വേണ്ടേ? ഗ്ലാസ് ഒഴിക്കുന്നത് ഫുൾ എനിക്കുള്ളതാണ്. അങ്ങനെയുണ്ട്, എന്താ അങ്ങനെ ഇല്ലാണ്ട്? ഇത് ഭയങ്കര മധുര വിരോധിയാണ്. അല്ല, മധുരമൊന്നും ഇഷ്ടമല്ല. മധുരമൊന്നും ഇഷ്ടമല്ലല്ലോ ശരിക്കും. അത് നോർമലായിട്ട് കഴിക്കും. അത് നോർമലായിട്ട് കഴിക്കും. പായസം ഒരു ഗ്ലാസ് പായസം, ആകെ ഒരു പീസ് കേക്ക്, ഒരു ചെറിയ ഐസ്ക്രീം വേണമെങ്കിൽ നിർബന്ധമില്ല. 1 ലിറ്റർ ഐസ്ക്രീം, 1 ലിറ്റർ ഇത് ഒന്നും കഴിക്കണ ആളല്ല എന്നാണ് മധുരം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറ, നമുക്ക് മധുരം ഇഷ്ടമല്ലല്ലോ. മധുരത്തിനോട് ഇൻട്രസ്റ്റ്, പക്ഷെ എരിവൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കഴിക്കുമല്ലോ, ഞാൻ കഴിക്കാറുണ്ടോ? സത്യം പറയാം, എരിവുള്ള സാധനം. ഇപ്പൊ നീ കഴിക്കുന്ന പോലെ ഈ മറ്റേ സാധനത്തിന്റെ പേര് ബർഗർ കഴിക്കോ? ഞാൻ എല്ലാ സാധനവും കഴിക്കും. അതുപോലെ അല്ല ഇവൾക്ക് അങ്ങനത്തെ സാധനം. ഇവളുടെ മുന്നിലുള്ള പായസം ഒരു ബർഗറും കൊണ്ടുവച്ചാൽ ഞാൻ പായസം എടുക്കുള്ളൂ. ഈ സ്പൂൺ എടുത്ത് ഇതിൽ കിട്ടോട്ടെ. നമ്മുടെ പാലട, സ്വാദ് പാലട. സ്വാദ് പാലട കണ്ടാ? ഇപ്പൊ പാലട കിട്ടാതിരിക്കുന്ന വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേടെ ആസ്വദിക്കാറുണ്ട്. ഉണ്ടാക്കടി, ഇനിയിപ്പോ ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കണ്ടോ? ഞാൻ എന്റെ കുക്കറി ഷോ ഒക്കെ തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ ഉണ്ടായിക്കൊണ്ട് പാലട. തീർച്ചയായിട്ടും അത് സൈഡിലേക്ക് ആവും. ഓ, എനിക്ക് ഇഷ്ടമല്ല ഈ പുറത്തേക്കോടെ ഒഴിക്കണ പരിപാടിയാ. അങ്ങനെ സ്പൂൺ പോയി ചോദിച്ചാ പോരെ? അത് ചെറിയ സ്പൂൺ അല്ല, വേറെ സ്പൂൺ വേണ്ടല്ലേ? സ്പൂൺ വേണ്ട, ഇത് നീ കുടിച്ചത് എനിക്ക് വേണ്ട. ആയിരിക്കാം. ഇതിന്റെ പപ്പടം ഇടണം, എനിക്കും പപ്പടം ഇടാം. മതി. പഴം കൂടി പൊരിച്ചാണ്. പപ്പടം പായസത്തിൽ മിക്സ് ചെയ്തു. ഗോതമ്പ് പായസം അതിലിട്ടോ. പപ്പടം ഉണ്ടായിരുന്നു, രസമുണ്ട്. പക്ഷെ മധുരത്തിന്റെ കൂടെ കൊള്ളാം. അപ്പൊ എന്താ ഹലോ പറഞ്ഞു വന്നേക്കണേ? പായസം വേണമെങ്കിൽ ചെരുപ്പ് കൂരി പോയില്ലോടി. സൂപ്പർ. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് പപ്പാന്നൊക്കെ വിളിച്ചു തുടങ്ങി. സ്റ്റീവ് സ്മാർട്ടായി അല്ലേ? കുറുമ്പന്റെ ഗ്രേസിന് ഇപ്പൊ സ്റ്റീവ് എന്ന് പറഞ്ഞ പേടിയാ. അടുത്തൊക്കെ പോയിരുന്ന ഇടയ്ക്ക് ഒരടിയൊക്കെ കൊടുക്കും. ഒരു കാര്യം പക്ഷെ നോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നോ എന്ന് പറഞ്ഞാൽ നോ ആണ് അല്ലേ സ്റ്റീവേ? അതിന് വേണ്ട. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ നിർത്താണ്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറെ നാൾക്ക് ശേഷം വീഡിയോ തുറന്നാലും ആകെ ഒരു ഇതുണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. അടുത്ത വീഡിയോ പറയുന്നത് ഗ്രേസിന്റെ ഫ്രണ്ടിനൊക്കെ കൂടി കുട്ടികളെ എറണാകുളത്തൊക്കെ കറങ്ങാൻ പോയിണ്ടേ. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെയാണ്. അടുത്ത പിള്ളേരുടെ ആ ഒരു നിങ്ങളെല്ലാവരും ട്രാവൽ ചെയ്ത വീഡിയോ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.
അപ്പോൾ വേറെ ഇതേപോലുള്ള എൻ്റെ വീഡിയോകളായിട്ട് വരാം. ബൈ ബൈ. ബൈ ബൈ. എന്നേടാ ചെറുപ്പൂരി അങ്ങനെ